കഴിയുന്നു എന്നുള്ളത് നമുക്ക് വലിയ നേട്ടമാണ്. പക്ഷെ അതുകൊണ്ടൊപ്പം തന്നെ നമുക്ക് മനുഷ്യവിഭവശേഷി ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഈ ശാസ്ത്ര സാങ്കേതിക വൈജ്ഞാനിക ഭൗതിക മേഖലകളിലെ മുന്നേറ്റം കണ്ടില്ല നമുക്ക് ഒരിക്കലും നൽകാൻ പാടില്ല. നമ്മൾ അതനുസരിച്ച് ഈ ഉന്നതമായ നിലയിലുള്ള ഈ വിവര സാങ്കേതിക മേഖലയുടെ ഈ അസാമാന്യ വളർച്ചയെ നമ്മൾ കഴിവിന്റെ പരമാവധി സാംശീകരിച്ചുകൊണ്ട് അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള വികസന കാര്യങ്ങൾ നമ്മൾ ആരംഭിക്കേണ്ട കാലഘട്ടം തന്നെയാണ്. അപ്പൊ അതിനൊക്കെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് തീർച്ചയായിട്ടും ആ നിലയ്ക്ക് നമുക്ക് കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്ത് കുറെ നമുക്ക് നേടിയെടുക്കാൻ കഴിയും എന്ന വിശ്വാസം നമുക്കുണ്ട്. ഭാരതത്തിന്റെ പുതന്മാരെ ആശ്രയിപ്പിച്ചവരെ മൊത്തത്തിൽ നമ്മൾക്ക് അതിന് വളർച്ച വേണം. കേരളത്തിന് തനതായിട്ടുള്ള വളർച്ച നമുക്ക് വേണം. ഇതിലേക്കൊക്കെ വളരെ സമഗ്രമായിട്ടുള്ള ചർച്ചയും ക്ലാസ്സും ഒക്കെ എടുക്കാൻ ഇവിടെ വളരെ പ്രഗത്ഭനായ വിദഗ്ധകൾ സന്നിഹിതരായിട്ടുണ്ട്. അവരുടെയൊക്കെ ക്ലാസ് ഞങ്ങൾക്ക് കേൾക്കണം, ഞാനും ഒക്കെ ഉൾപ്പെടെ കേൾക്കണം ആഗ്രഹിക്കുന്ന ആളാണ്. പക്ഷേ BBC യോഗം നടത്തുന്നതുകൊണ്ട് പോകണം എന്നുള്ളതുകൊണ്ട് അതുകൊണ്ടാണ് പിതാവിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ ഞാൻ പിതാവിനെ ചോദിച്ച് 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി വരുന്നത്. എന്നാൽ ഇത്രയും നല്ല ഒരു സാഹചര്യം, ഒരു നല്ല ഒരു സെമിനാർ, ഒരു സിമ്പോസിയം, ഒരു സ്റ്റഡി ക്ലാസ് ഇവിടെ സംഘടിപ്പിച്ച സോഷ്യൽ ആക്ഷൻ ഫോറത്തിന് എല്ലാ നിലയിലും ഇരിങ്ങാലക്കുട നിയോജകമണ്ഡലത്തിന് വേണ്ടിയിട്ടുള്ള അഭിനന്ദനം കൂടി ഞാൻ നേർന്നുകൊണ്ട് എന്റെ അധ്യക്ഷത അവസാനിപ്പിക്കട്ടെ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. പ്രോസസ് ഞാനൊന്ന് ഓർമ്മിപ്പിക്കാനാണ് ഈ ഉദ്ഘാടന പ്രസംഗം ഞാൻ വിനിയോഗിക്കുക. നമുക്ക് എല്ലാവർക്കും അറിയാം 12th 5-year പ്ലാനിന്റെ മോട്ടോ എന്താണെന്ന്. ഫാസ്റ്റർ, സസ്റ്റൈനബിൾ ആൻഡ് ഇൻക്ലൂസീവ്. ഇതാണ് ഈ പഞ്ചവത്സര പദ്ധതിയുടെ ആദർശവാക്യം. ഫാസ്റ്റർ, കൂടുതൽ സ്പീഡില്; സസ്റ്റൈനബിൾ, നിലനിൽക്കുന്നത്; ആൻഡ് മോർ ഇൻക്ലൂസീവ്, എല്ലാം ഉൾക്കൊള്ളിക്കുന്ന വിധത്തിലുള്ള ഒരു വികസനമാണ് ഭാരതം ലക്ഷ്യം വയ്ക്കുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഉണ്ടാകേണ്ടത്. അതിനുള്ള ഒരു വലിയ പരിശ്രമമാണ് ഈ പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വയ്ക്കുക. അങ്ങനെ വരുമ്പോഴാണ് പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ചില തലങ്ങൾ നമ്മൾ ഊന്നൽ കൊടുക്കേണ്ടതായിട്ട് ഉണ്ട്. ദേശീയ തലത്തിലുള്ള പഞ്ചവത്സര പദ്ധതിയാണെങ്കിലും നമ്മുടെ ആദരണീയനായിട്ടുള്ള MLA സൂചിപ്പിച്ച പോലെ നമ്മുടെ സംസ്ഥാനത്തിന് കൂടുതൽ ഊന്നൽ കിട്ടത്തക്ക വിധത്തിലുള്ള ചില അപ്രോച്ചസ്, സമീപനങ്ങൾ നാം ഊന്നൽ കൊടുക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ MLA സൂചിപ്പിച്ചു, ഇന്ന് പല വ്യവസായങ്ങളും കേരളത്തിലേക്ക് വരുന്നു, തുടങ്ങാൻ വരുമ്പോഴേക്കും അതിൽ നിന്ന് ഓടിയ